ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിലെ എക്സാം ഹോളിലാണ്. അപ്പോൾ ഞങ്ങൾ സെറ്റാണ്, കുട്ടികളുടെ എക്സാം ഒക്കെ എഴുതാനായിട്ട് ഹോൾ ടിക്കറ്റ് ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ കൂടെ പോരുക കേട്ടോ. CC+ന്റെ ഫ്രീ സ്കോളർഷിപ്പ് എക്സാം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കലൂർ ACS സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. ഒരുപാട് പാരൻസ്, എക്സാം താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പാരൻസ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളെ എങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് പഠിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അവർക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. പേരെന്താണ്? ശരണ്യ. ശരണ്യ. എവിടുന്നാണ് വരുന്നത്? കൊല്ലത്തുനിന്നാണ്. ഓക്കെ. എങ്ങനെയാണ് എക്സാമിന്റെ കാര്യം അറിഞ്ഞത്? ഞാൻ ഫേസ്ബുക്കിൽ കൂടെയാണ് അറിഞ്ഞത്. ഇതിന് ഞാൻ രജിസ്റ്റർ ചെയ്ത് മോളുടെ പേര് രജിസ്റ്റർ ചെയ്തു. ഓക്കെ. സാർ എവിടുന്നാ വരുന്നത്? ഞാൻ കൊടകരയെന്നാണ് വരുന്നത്. ഇത്രയും മഴയൊക്കെ ആയിട്ട് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് എന്താണ് പ്രചോദനം ഉണ്ടായത്? അവൾക്ക് പഠിക്കാൻ പരീക്ഷ എഴുതാനുള്ള ഉത്സാഹം ഉണ്ടായിരുന്നു. അതായത് കുട്ടിയുടെ ഉത്സാഹത്തിൽ വന്നതാണ്. അവൾക്ക് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവണം എന്നുള്ള ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു. എവിടുന്നാ വരുന്നത് ചേച്ചി? ഇടുക്കി രാജക്കാട്. ഇടുക്കിന്നാണ്. ഓക്കെ. എന്താ പേര്? ദീപ. മോനാണോ മോളാണോ? മോളാണ്. ആളുടെ പേരെന്താ? അദ്വൈത. ആളെങ്ങനെയാ പഠിക്കാനൊക്കെ? മിടുക്കിയാണ്, കുഴപ്പമില്ല. അദ്വിക. ഓക്കെ. എക്സാം മാത്സ് കുറച്ച് ടഫായിരുന്നോ? മാത്സ് എല്ലാ സബ്ജക്റ്റിലും കുറച്ച് ടഫും കുറച്ച് ഈസി ആയിട്ടാണ് തോന്നിയത്. പാർവണ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം ആയിരുന്നു. എല്ലാത്തിനും എഴുതിയോ? ആൻസർ എഴുതിയോ? ഏതെങ്കിലും ടഫായിട്ട് തോന്നിയായിരുന്നോ? ടഫായിട്ട് തോന്നിയത് മാത്സ്. എന്താ പേര്? ആൻമരിയ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം ആയിരുന്നു. എല്ലാം എഴുതി, എല്ലാത്തിനും ആൻസർ എഴുതി. ഏതെങ്കിലും ടഫായിട്ട് തോന്നിയായിരുന്നോ? മാത്സ്. എൽസ എവിടുന്നാ വരുന്നേ? ഇടുക്കിന്ന്. ഇത്രയും മഴയൊക്കെ കൊണ്ടാണ് ഇടുക്കിന്ന് വരുന്നത് അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നന്നായിട്ട് എഴുതാൻ പറ്റി. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയായിരുന്നോ? ഏതെങ്കിലും ടഫായിട്ട് തോന്നിയായിരുന്നോ? മാത്സ്. ഓക്കെ. ബാക്കിയെല്ലാം ഈസി ആയിട്ട് എഴുതാൻ. അദ്വൈത, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി. എന്താ പേര്? ലക്ഷ്മി വേണുഗോപാൽ. എവിടുന്നാ വരുന്നേ? കോഴിക്കോട് നാട്. ഓക്കെ. ഇത്രയും മഴയൊക്കെ കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സൂപ്പർ ആയിരുന്നു. എല്ലാം എഴുതിയോ? എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ പറ്റി. ഓക്കെ. ഏതെങ്കിലും ടഫായിട്ട് തോന്നിയിരുന്നോ ലക്ഷ്മിക്ക്? മാത്സ്. ഓക്കെ.